ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ വറ്റൽമുളക് വെച്ചിട്ടൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്, ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ എരിവുള്ള വറ്റൽമുളകാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം എടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി വെള്ളത്തിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വറ്റൽമുളക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ചൂടായി ഒരു 2-3 സെക്കൻഡ് നേരത്തേക്കൊന്ന് തിളച്ചാൽ മാത്രം മതി. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടേ വേണ്ടൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരെ മാറ്റി വെച്ചാൽ മതി. കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വറ്റൽമുളക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, ആ മുളക് മാത്രമാണ് നമ്മൾ ഈ ജാറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 10 എണ്ണം എടുത്തിട്ടുണ്ട്. 10 വറ്റൽമുളകും 10 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതില്ലാന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം, പക്ഷേ ഇതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് ചേർത്താൽ മതി, വേണമെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക. ഒരുപാടൊന്നും ചേർക്കരുത്. ഒരു ടേബിൾ സ്പൂണോ അങ്ങനെ മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കാം. ഇതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും വറ്റൽമുളകൊക്കെ ചേർത്ത കാരണം അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നമ്മൾ അധികം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്കിലും ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച എണ്ണ തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂട് കിടന്ന് തന്നെ ചട്നി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഇത്രയും വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്, പക്ഷേ എണ്ണ കുറച്ച് കൂട്ടി ചേർത്താലാണ് ഇതിൻ്റെ ആ ഒരു എരിവൊക്കെ ബാലൻസ് ആയി കിട്ടുള്ളൂ. മാത്രമല്ല കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു ചട്നിയാണ്. അപ്പോൾ എണ്ണ നമ്മൾ എത്രത്തോളം ഒഴിക്കുന്നോ അത്രയും ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും. ഒരു 3-4 ദിവസം നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്കൊരു ഒരാഴ്ച വരെയൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. വളരെ കുറച്ച് ചട്നി മതി നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കായാലും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.